കടലുണ്ടി ബേർഡ് സാങ്ച്വറിയിൽ ഇവിടുന്ന് ഇങ്ങനെ ഒരു ബോട്ട് യാത്ര ഉണ്ട് കണ്ടൽക്കാടുകളിലൂടെ. ഒന്ന് പോയി നോക്കട്ടെ. കടലുണ്ടി പാലല്ലേ ഇത്? ചമ്മറവട്ടത്തേക്ക് കടലുണ്ടി കടവ് പാലം. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കണ്ടൽക്കാടിന്റെ ഉള്ളിൽ കൂടെ. ഇതൊരു ട്രിപ്പിന് 1000 രൂപയാണ് ചാർജ് ചെയ്യണത്. 8 ആൾക്ക് വരെ ഒരു ബോട്ടിൽ പോവാം. ഈ കായ കണ്ടില്ലേ, ഇത് നക്ഷത്ര കണ്ടൽക്കാടാണ് അത്രേ. കണ്ടൽക്കാടിന്റെ ഇടയിലെ ബോട്ടുകൾക്ക് ചെറിയ ചെറിയ പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് 2001 തോന്നുന്നു. പിന്നെ കടലുണ്ടി ട്രെയിൻ ദുരന്തം ഉണ്ടായില്ലേ, ആ പാലത്തിൻ്റെ താഴത്ത് കൂടെ തൊട്ടില്ല എന്നുള്ള നിലക്കാണ് ഇപ്പോൾ ഈ ബോട്ട് പോണത്. മരത്തിൻ്റെ ഒക്കെ തടി കണ്ടില്ലേ, ശരിക്ക് എന്താ പറയുക, ഞാൻ കണ്ടൽക്കാട് പറഞ്ഞപ്പോൾ ഒരു ചെടിയെന്നാണ് വിചാരിച്ചത്. നല്ല കാറ്റ്, മഴയുണ്ട്, ചെറിയ ചാറ്റൽ മഴ. ചായ സൂപ്പറാണ് കേട്ടോ. പുഴൻ്റെ നടുവിലേ ബോട്ടിൽ ചെറിയൊരു ചായപ്പീടിയുണ്ട്, പക്ഷെ ഐറ്റംസ് ഒരുപാടുണ്ട്. ഇതാണ് ഭ്രാന്തൻ കണ്ടൽ എന്ന് പറഞ്ഞത്, പീക്ക് കണ്ടൽ. ഇത് ശരിക്കും കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ പ്ലാന്റ് ചെയ്തതാണ് അത്രേ. ഞാൻ ശരിക്കും കണ്ടൽക്കാടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തോ ചെറിയ തൈകളൊക്കെ ഇടാണ്, പക്ഷെ ഇത് ശരിക്കും വലിയ മരങ്ങളാണ്. ശരിക്ക് ഒരാലിൻ്റെ വലിപ്പമുണ്ട്, ഒരാൽമരത്തിൻ്റെ ഒക്കെ വലിപ്പമുണ്ട്. ഇതിലേറെ വലിയ മരങ്ങൾ, ഇതിലേറെ നല്ല വണ്ണുള്ള തടിയുള്ള മരങ്ങളൊക്കെ ഇതിൽ ഇഷ്ടം പോലെ ഉണ്ട്. മഴക്കാലം ആയതുകൊണ്ടാണ് പക്ഷികളില്ലാത്ത, അല്ലെങ്കിൽ ഇഷ്ടം പോലെ പക്ഷികളെയും കാണാം. ശരിക്ക് അവർക്ക് മഴ പെയ്ത് ആകതായതുകൊണ്ടേ തീറ്റകളൊന്നും ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് കഴിഞ്ഞ് മടങ്ങിപ്പോരാണ്. 1 മണിക്കൂർ എന്നുള്ളത് മഴയൊക്കെ പെയ്തപ്പോൾ 1.5 മണിക്കൂറായി. നമ്മളെ ബോട്ട് യാത്രക്ക് കൂടെ ഉണ്ടായിരുന്നതാണ് SFIൻ്റെ നാഷണൽ കോൺഫറൻസിന് വന്ന കർണാടക ഡെലിഗേറ്റ്സാണ്. കർണാടകയിൽ നിന്ന് കടലുണ്ടി വന്നാൽ പിന്നെ പാലട്ടിൻ്റെ അവിടെ നിന്ന് ഒരു മീൻ പൊരിച്ചതും ചോറും നിർബന്ധ. ഞണ്ട് മസാല ഒരു മുതല. ഏതാണ് നമ്മളെ സ്വന്തം പാലട്ടൻ.